ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് അറിയത്തേയില്ല. നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം സങ്കടപ്പെടാനുള്ള ഒരു വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കും. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചുമലിൽ തൂങ്ങുന്ന ഒരു ശാപം തന്നെയാണ്. അഡ്രിയാൻ ലൂണ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനാവും എന്നതിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ സീസണിൽ വന്ന ഒരൊറ്റ സീസൺ കൊണ്ട് ആരാധകരുടെ മനം കവർന്ന, പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നമ്മുടെ പ്രതിരോധത്തിൻ്റെ ആണിക്കല്ലെന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഫാലോ ഇന്ത്യ എന്ന് പറയുന്ന താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അടുപ്പിക്കുന്ന വാർത്തയാണ്. കാരണം അഡ്രിയാൻ ലൂണ ഒഴികെ വേറെ ആരെയും നിലനിർത്താൻ നിലവിലെ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല. ഫുൾ സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അഡ്രിയാൻ ലൂണ ടീമിൻ്റെ ഫേസ് ആയതുകൊണ്ട് ലൂണയെ അവിടെ നിലനിർത്തും. ബാക്കി വിദേശ താരങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അഴിച്ചുപണി, കംപ്ലീറ്റ് റീവാമ്പിംഗ് ആണ് നടത്താൻ പോകുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഉണ്ടാക്കുന്ന പ്രതീക്ഷ ശൂന്യത ചെറുതൊന്നും ആയിരിക്കത്തില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് കൂപ്പ് കുത്തിയപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡിനെ പരിശീലകനായി കൊണ്ടുവന്നു. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ഏറ്റവും മികച്ച അഡീഷനുകളിൽ ഒന്നായിരുന്നു ഈ ഫാലോ ഇന്ത്യ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം എത്രമാത്രം സോളിഡായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സോളിഡായിട്ട് പ്രതിരോധം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മജീഷ്യനെ പോലെ മുന്നേറ്റ നിരയിൽ എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട് ഗോളുകൾ അടിക്കുകയും അതിന് വഴിയൊരുക്കുകയൊക്കെ ചെയ്യുന്ന ഫാലോ ഇന്ത്യ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മജീഷ്യനെ പോലെയായിരുന്നു പ്രവർത്തിച്ചത്. ആ മനുഷ്യൻ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള വാർത്ത ആരാധകർക്ക് നൽകുന്ന നിരാശയും തിരിച്ചടിയും ഒട്ടും ചെറുതായിരിക്കില്ല.